മുസ്ലിം ലീഗിന് നിലവിളക്കിനോട് ഇപ്പോഴും ഹറാം. പൊതുചടങ്ങിൽ നിലവിളക്ക് കൊളുത്താൻ മടിച്ച് മുസ്ലിം ലീഗ് MLA-മാരും MP-യും തിരൂരങ്ങാടി MLA PMA സമീറും തിരൂർ MLA കുറുക്കോളി മൊയ്റ്റീനും അബ്ദുൾ സമദ് സമദാനി MP-യുമാണ് നിലവിളക്ക് കൊളുത്താതെ മാറുന്നത്. തിരൂരിലെയും പരപ്പനങ്ങാടിയിലെയും നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടന പരിപാടികളിലായിരുന്നു സംഭവം. പരപ്പനങ്ങാടി സ്റ്റേഷൻ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ സാക്ഷാത്കാരത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വിശിഷ്ടാതിഥികൾ ചേർന്ന് ഭദ്രദീപം. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്നും ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, ഈ പൊതുപരിപാടികളിൽ നിലവിളക്ക് കൊളുത്തുക അത് മലയാളികളുടെ ഒരു ശീലമാണ്. പക്ഷേ അതിനോട് പോലും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം, അവിടെയും ചില മതപരമായ കാര്യങ്ങൾ, വർഗീയപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണ് ഈ ജനപ്രതിനിധികൾ പോലും, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ സാംസ്കാരിക പരിപാടികളാണെങ്കിലും ശരി, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയ പരിപാടികൾ ആണെങ്കിലും ശരി, അവിടെയൊക്കെ ഒരു നിലവിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് നമ്മുടെ കാലങ്ങളായി അനുവർത്തിച്ച് വന്നിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും മുസ്ലിം ലീഗിന്റെ MLA-മാരോ അല്ലെങ്കിൽ അവരുടെ നേതാക്കളോ ഒന്നും തന്നെ ഇത്തരത്തിൽ ഒരു കാര്യത്തോട് അവർ പൂർണ്ണമായും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. എല്ലാ വിഭാഗം നേതാക്കളും അങ്ങനെ അല്ല. ചില നേതാക്കളാണ് അത്തരത്തിൽ ഈ ഒരു കാര്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം, അതായത് ജൂലൈ 17-ാം തീയതി മലപ്പുറം ജില്ലയിലെ 3 റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിന് ശേഷമുള്ള ഉദ്ഘാടനം നടത്തിയിരുന്നു. ആ ഉദ്ഘാടന പരിപാടികളിലാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് MLA-മാരും MP-മാരും അടക്കം ഇത്തരത്തിൽ പൊതുപരിപാടിയിൽ ഈ ഉദ്ഘാടന ചടങ്ങിൽ ഈ നിലവിളക്ക് കത്തിക്കുന്നതിൽ നിന്നും മാറി നിന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവരുടെ മന്ത്രി കൂടിയായ KM ഷാജി നിലവിളക്ക് കത്തിച്ച് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഫാത്തിമ തഹലിയ അടക്കമുള്ള MLA നിലവിളക്ക് കത്തിച്ച പൊതുപരിപാടിയിൽ കത്തിച്ച ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇതൊരു പൊതുപരിപാടിയിൽ സാധാരണ അനുവർത്തിക്കുന്നതാണ്. കാരണം നിലവിളക്ക് എന്ന് പറയുമ്പോൾ അതൊരു ചൈതന്യം വരുത്തുന്നത് കൂടിയാണ്. പ്രത്യേകിച്ച് ഇരുട്ടിനെ മായ്ച്ച് അവിടെ വെളിച്ചം പരത്തുന്നതാണ്. ഇത്തരം ചടങ്ങുകളോട് ചില മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ഒരു അയിത്തം കൽപ്പിക്കുന്നുണ്ട്. അതിന് പിന്നിലുള്ള ഛേദോവികാരം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം തിരൂരിൽ ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷൻ നവീകരണ ഉദ്ഘാടനം നടത്തുമ്പോൾ അവിടെ MP അബ്ദുൾ സമദ് സമദാനിയും അതോടൊപ്പം തന്നെ കുറുക്കോളി മൊയ്തീനും ഉണ്ടായിരുന്നു. അവരായിരുന്നു പ്രധാന വ്യക്തികളായി ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നത്. ഓൺലൈനായി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാനമന്ത്രിയാണ്. പക്ഷേ ഈ ചടങ്ങിൽ ആദ്യം ഒരു അവതാരക ഈ ഒരു നിലവിളക്ക് കത്തിക്കുന്നതിന് വേണ്ടി തിരിയുമായി എത്തിയപ്പോൾ MP അബ്ദുൾ സമദാനി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. പിന്നീട് തൊട്ടടുത്തുണ്ടായിരുന്ന കുറുക്കോളി മൊയ്തീനിലേക്ക് അത് കൈമാറിയെങ്കിലും അദ്ദേഹവും അത് പിൻവലിഞ്ഞു. അതിനുശേഷം തിരൂർ നഗരസഭ ചെയർമാൻ ഇബ്രാഹിം കുട്ടിയുടെ സമീപത്തേക്ക് ചെന്നെങ്കിലും അദ്ദേഹം പിൻവലിയുന്ന ഒരു കാഴ്ചയുണ്ടായി. പിന്നീട് റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ഒരു നിലവിളക്ക് കൊളുത്തി അത് ഉദ്ഘാടനം നിർവഹിച്ചത്. അതിന് സമാനമായ സംഭവം തന്നെയാണ് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലും നമ്മൾ കണ്ടത്. PMA സമീർ ആയിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മുഖ്യാതിഥിയായി വന്നിരുന്നത്. അദ്ദേഹവും സമാനമായ രീതിയിൽ തന്നെ ഈ നിലവിളക്ക് കൊളുത്താതെ മാറി നിന്നു. പിന്നീട് മറ്റു ആളുകളാണ്, അതായത് റെയിൽവേയുടെ ഭാരവാഹികളും റെയിൽവേ ഉദ്യോഗസ്ഥരുമാണ് ഇത്തരത്തിൽ ഈ ഒരു നിലവിളക്ക് അടക്കം കൊളുത്തി അതിന്റെ മറ്റു ചടങ്ങുകളൊക്കെ തന്നെ നിർവഹിച്ചത്. ഈ കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് ഇപ്പോഴും മുസ്ലിം ലീഗ് പറയുന്നില്ല. കാരണം മതപരമായ ഒരു ചടങ്ങിനപ്പുറം അതൊരു ആത്മീയ ചൈതന്യം നിറയ്ക്കുന്നതാണ്, പ്രകാശം പരത്തുന്നതാണ്, ഒരു പോസിറ്റീവ് എനർജി കൂടി നൽകുന്നതാണ് നിലവിളക്ക് കൊളുത്തുക എന്നുള്ളത്. വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി നമ്മൾ തുടർന്നു വരുന്ന ഒരു ഉദ്ഘാടന പരിപാടികളിലൊക്കെ തന്നെ ഇത്തരത്തിൽ നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അത് ഒരു സാംസ്കാരിക അടയാളം കൂടിയാണ്, നമ്മുടെയൊക്കെ ഒരു സാംസ്കാരിക അടയാളം കൂടിയാണ്. ഇത്തരം ചടങ്ങുകളിൽ നിന്നാണ് ഈ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ, ചില നേതാക്കളൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണം നൽകാനോ ഇതുവരെ മുസ്ലിം ലീഗ് നേതാക്കൾക്കോ അവരുടെ സംസ്ഥാന നേതൃത്വത്തിനോ ഒന്നും തന്നെ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. KP യെസ്, അത് തന്നെയാണ് ഇപ്പോൾ ശിവദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ. ആര്യ, ഈ നിലവിളക്ക് കൊളുത്തുക എന്നത് നമ്മുടെ ഒരു തനിമയുടെ ഒരു ഭാഗം കൂടിയാണ്. പക്ഷേ അതിനോട് എന്തിന് ഈ വിമുഖത കാണിക്കുന്നു? അവിടെയും ചില മത വിഷയങ്ങൾ, വർഗീയ നിലപാടുകളാണ് ഈ ജനപ്രതിനിധികൾ. അവരൊരു സാധാരണ പ്രവർത്തകരല്ല. MP-യുണ്ട്, MLA-മാരുണ്ട്. അവരാണ് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചത്.